അത് ഞാൻ പറയും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മത്തൻ കുരുവാണ്. സാധാരണ നിങ്ങൾ മത്തനൊക്കെ ഇങ്ങനെ കറിയിലും സാമ്പാറിലും ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ മത്തൻ്റെയും ഒക്കെ കുരു ഇങ്ങനെ കളയില്ലേ. ഇപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊണ്ടാട്ടം പോലത്തെ. നിങ്ങൾ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ കിട്ടിയിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഒരു സാധനം പോലെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിമ്പിളാണ്. ഇത് മൂത്ത മത്തനില്ലേ, ആ മൂത്ത മത്തൻ്റെ കുരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, ഇത് നമ്മൾ കഴുകാൻ പോവുകയാണ്. അച്ഛനോട് ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പോൾ അവന് വെള്ളം കൊണ്ടുവരും. ഇത് നമ്മൾ കുറച്ച് കഴുകിയിട്ട് നന്നായി കഴുകണം. അപ്പോൾ നന്നായി കഴുകിയിട്ട് ഈ മത്തൻ കുരു ഒന്ന് നന്നായി കഴുകിയെടുക്കാം. അച്ഛു മോനെ നമുക്ക് ഈ മത്തൻ കുരു ഒന്ന് നന്നായി കഴുകിയെടുക്കാം. ഇനി എടുത്ത് വെച്ചു അങ്ങനെ ഇവിടെ മതി. കുറച്ചുകൂടി വയ്ക്കും, നിറയെ വയ്ക്കും. ഇനിയും കഴുകണം എന്ന് തോന്നി. ഇതെന്താ പേപ്പർ? ആ മത്തന്റെ ചെളിയാണ് ഇതിപ്പോ. ഈ ചെളിയൊക്കെ പോകാനാ കഴുകിയെടുക്കുന്നത്. ഈ മത്തന്റെ ഇതിൽ പറ്റിക്കിടന്നാലേ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഇടക്കിടക്ക് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയിലേക്ക് ഒരു പീസ് തന്നപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്, വലിയ വികൃതിയോ എൻ്റെ അടുത്ത് പെയിൻ്റൊക്കെ ഇടവന്. ഞാൻ കാണാത്ത സമയത്ത് ഓടി വന്നിട്ട് എൻ്റെ പെയിൻ്റൊക്കെ എൻ്റെ ബെഡിലും ഒക്കെ ടേബിളിലും എല്ലാം ആക്കിയിട്ട് വികൃതിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും വികൃതി കാണിക്കാൻ. എനിക്ക് നന്നാവുകയില്ല, വീണ്ടും അത് തന്നെ ചെയ്തോണ്ടിരിക്കും. ഇപ്പോഴാണ് അവനെ വഴക്ക് പറഞ്ഞത്. ഇനി ബാക്കി ഇതാ പറഞ്ഞ. ഇന്ന് നമ്മളിത് കഴുകി ഇനി ഒന്നും കൂടി കഴിക്കണം. ഇന്ന് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇത് എടുത്തിടാൻ പോകും. നന്നായി ഇഷ്ടപ്പെട്ട നല്ലേ കുഞ്ഞേച്ചി ഇത് വറുത്ത് തരാം. കണ്ടിട്ട് ഫിഷ് പോലെ ഇതല്ലേ, ഫിഷ്. ഞാൻ ഇതിപ്പോ പാത്രത്തിലേക്ക് ഇടാൻ പോവുകയാണ്. മീനെ പോലെ ഇത് കാണാൻ കിട്ടുന്നേ ഇല്ല. മീനെ പോലെ തന്നെ ഉൾക്കൊണ്ടിരിക്കുക. അനങ്ങാതി എന്നിട്ട് നമുക്ക് ചെറുക്കി ഇടണേ. ഇതേപോലെ കുറെ ചെളിയുണ്ട് അതൊക്കെ. ശരി, കരിയല്ലേ പ്ലീസ്. സൂപ്പർ. നമുക്കൊന്നും കൂടി അതിലിട്ട് കഴിക്കാം.
നമ്മൾ ഒന്നും കൂടി കഴുകാൻ പോകുകയാണ്. ഇത് നമ്മൾ ക്ലീൻ ആദ്യം ആക്കിയപ്പോൾ തന്നെ ക്ലീനായി. ഒന്നും കൂടി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പോകാൻ വേണ്ടിയിട്ട് നല്ല ക്ലീനാണ്. കണ്ടോ കണ്ടോ നന്നായി അമർത്തി കഴുകണം. ഇനി നമ്മള് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇതാ. നമുക്ക് ഉപ്പ് ഇടാ, മുളക് പൊടി ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇത് 1-2 ദിവസം ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. അത് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അളിവിളിന്ന് ഇങ്ങനെ കിടക്കും. പക്ഷെ അങ്ങനെ ആക്കിയിട്ട് നല്ല ഉണങ്ങിയിട്ട് നമ്മൾ തൊടുമ്പോൾ തന്നെ അത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കണം. ചെറുതായി ഒട്ടുമ്പോൾ ഒട്ടുന്ന കണ്ടാൽ ഇനിയും കുറച്ച് ദിവസം വെയിലത്ത് ഉണക്കാൻ വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അങ്ങനെ വെള്ളമൊന്നും ആയിട്ട് അളിവിളിന്നൊന്നും ക്ലേ പോലെ ഇരിക്കില്ല. ഞാനിനി ഇത് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണങ്ങിയാൽ എങ്ങനെ ഇരിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ അത് ഉണങ്ങും. ഇവിടെ വലിയ വെയിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വെയിൽ മാറിയിട്ട് മഴ വരും. ഇപ്പൊ തന്നെ മഴ വരുന്നപ്പോൾ വലിയ ഉണ്ടാവും. പിന്നെ പോവും, പിന്നെയും വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 2-3 ദിവസമൊക്കെ ഉണക്കാൻ വെച്ചു. ഇപ്പം ഇതാ നോക്കിക്കേ, നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നോക്ക്, ഇങ്ങനെ ഉണങ്ങി കിട്ടണം. ഇതാ ഇപ്പം ഇവിടെ പറ്റുന്നൊന്നുമില്ല. നേരത്തെ വെള്ളത്തിലാക്കിയിട്ട് അളിവിളിയുണ്ടായിരുന്നു. ഞാൻ ഇത് എങ്ങനെയാ വറുത്തെടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. എനിക്ക് വറുക്കാനൊക്കെ പേടിയാ. എനിക്ക് ഗ്യാസിലൊക്കെ വറുക്കാൻ അത്ര പേടിയില്ല. അടുപ്പിൽ തീയായതുകൊണ്ടേ എനിക്ക് നല്ല പേടിയാ. ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഈ മത്തൻ കുരി ഇതിലേക്ക് നല്ലിടാൻ പോകുന്നു. തീ നന്നായി കത്തുന്നോണ്ടേ 1 മിനിറ്റ് തന്നെ ഇതങ്ങ് റെഡിയായി. ഇനി നമുക്കിത് നന്നായി ഇളക്കാം. ഞാൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇങ്ങനെ ഇളക്കും. ചെറിയ ബ്രൗൺ കളർ ആവും. നല്ല ബ്രൗൺ കളർ ആയാൽ എന്താന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോയിന്നാ. പിന്നെ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആവാറായിട്ടുണ്ട്. നന്നായി ആളിക്കത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മത്തൻ കുരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറ്റം പറയുക യൂട്യൂബിലൂടെ. ഇങ്ങനൊന്നും മത്തൻ കുരുവിന് നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലിന് നല്ല ശക്തി വരുത്തും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ തളർന്ന് കയ്യൊന്നും നിവർത്തി വെക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ബലം ഇല്ലാതെ നിൽക്കും. പക്ഷെ ഈ ക്യാൻസറൊക്കെ വന്നാലേ അങ്ങനെ ഭക്ഷണം ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസറൊക്കെ വരുന്നതിന് നല്ലത് ഈ മത്തൻ കുരു കഴിച്ചാൽ മതി. പ്രമേഹം, പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് നല്ല സാധനം. ഇത് വലിച്ചെറിയാൻ പാടില്ല. ഈ കൊറോണ കാലത്ത് നിങ്ങൾക്ക് പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് കഴിക്കാം. കൊറോണ വരുന്നവർക്കൊക്കെ ഇതൊക്കെ കഴിച്ചാൽ മതി. കൊറോണ വന്നാലും ഇല്ലെങ്കിലും ക്വാറന്റൈനിന് ആവുന്നവർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും, കൊറോണ വരുമോ എന്നൊക്കെ. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നന്നായിരിക്കും. അച്യുത കുറേ നേരമായി തിന്നുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് വേണ്ട നിർത്തിയിട്ട് കുപ്പിയിലാക്കി വെക്കാൻ പോയാൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കാര്യം.
എനിക്ക് ഈ ചിലപ്പോൾ അവന് നല്ല ദേഷ്യം വന്നല്ലേ ഇതൊക്കെ എടുത്ത് അങ്ങ് എറിഞ്ഞു പൊട്ടിക്കും, വിളക്കും ഒക്കെ എറിഞ്ഞു പൊട്ടിക്കും. ഈ മത്തൻ കുരു ആരും കളയരുത്. എടാ മതി, വയറൊന്നാമത് ഫുള്ളാ, ഭക്ഷണം നിറയെ കഴിച്ചു. ഈ മത്തൻ കുരു ആരും ഇനി കളയരുത്. കളയാതെ നമുക്കിത് ഉണ്ടാക്കാം. ഇത് നല്ലൊരു സാധനം, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും കുട്ടികൾക്കും. മാത്രമല്ല എനിക്ക് പനിയൊക്കെ വരുമ്പോൾ ഒരു കയപ്പുള്ള മരുന്നല്ലേ, ഇത് നല്ല ടേസ്റ്റും ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ പറ അച്ചു, ബൈ പറ. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ. ഞാൻ ഇത് തിന്നാൻ പോകുക.